ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആം റൗണ്ടിൻ്റെ ഭാഗത്തും അതേപോലെ നെക്കിലുമാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യുന്നതും സ്റ്റിച്ചിങ് ഒക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ചന്തേരി കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷർമെന്റ് അനുസരിച്ചിട്ട് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇനി ഈ മെയിൻ മെറ്റീരിയലില് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം, എന്നിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുക്കാം. ഈ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഇതിപ്പോ ഞാൻ ഈ ലൈനിങ് ഓൾറെഡി നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ചേർത്ത് വരച്ചിട്ടുള്ളതാണ്. അപ്പൊ തയ്യൽ തുമ്പൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. ഔട്ട്ലൈൻ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് നെക്ക് വരയ്ക്കണം, അതേപോലെ തന്നെ ആം റൗണ്ടിന്റെ ആ ഭാഗത്തും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ 1.5 ഇഞ്ച് സൈഡിൽ നിന്ന് 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നേരത്തെ എടുത്ത ലൈനിങ് പീസിൽ ഓൾറെഡി സീം എലവൻസ് ഒക്കെ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഹാൻഡ് വർക്ക് വരുമ്പോൾ ആ സീം എലവൻസ് ഒക്കെ നമുക്ക് അവിടെ ഒന്നും വർക്ക് വരാൻ പാടില്ലല്ലോ. അപ്പൊ അത് കാരണം അതൊക്കെ എന്താ പറയാ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പൊ ദേ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു 1.5 ഇഞ്ച് സൈഡിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നെക്കാണ് എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു കുട്ടിയുടെ ടോപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വേറൊരു പേപ്പർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നെക്കും ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 1/2 ഇഞ്ച് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ രണ്ട് ഭാഗത്തും ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് വിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ആം റൗണ്ട് കുഴിച്ചു വെട്ടിയിട്ടുണ്ട്, അവിടെയും നമുക്ക് ഹാൻഡ് വർക്ക് വരുന്നത്. അപ്പൊ അതിനായിട്ട് 1/2 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്യുക, വരച്ചു കൊടുക്കുക. ഈ ഒരു 1/2 ഇഞ്ച് ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മുടെ ഹാൻഡ് വർക്ക് വരുന്നത്. ഒന്നില്ലേലും നമുക്ക് ഈ ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് മറച്ചടിക്കാം, അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് സ്ലീവിന്റെ ആ ഭാഗത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനുള്ള തയ്യൽ തുമ്പാണ് നമ്മൾ ഈ 1/2 ഇഞ്ച് വിടുന്നത്. ഇതുപോലെ രണ്ട് ഭാഗത്തും 1/2 ഇഞ്ച് വിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ മേലയിൽ ഷോൾഡർ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, സ്ലീവിന്റെ ആ ഭാഗത്ത് 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് സൈഡിലും വിട്ട് വെച്ചിട്ടുണ്ട്. നെക്കിന്റെ അവിടെ ഞാൻ ഇനി എക്സ്ട്രാ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി വൈഡ് ആയിട്ടുള്ള നെക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന ആ നെക്കിന്റെ ആ ലൈൻ ഉണ്ടല്ലോ, അതിൽ കൂടെ തന്നെയാണ് ഹാൻഡ് വർക്ക് കൊടുക്കുന്നത്. അങ്ങനെ മെറ്റീരിയൽ ഫ്രെയിമിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം റൗണ്ടിന്റെ ഭാഗമാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെറി ത്രെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഈ സെറി ത്രെഡ് ലൈറ്റ് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു ബ്ലൂ കളർ മെറ്റീരിയലിൽ ലൈറ്റ് ഗോൾഡന്റെ ചെറിയ ചെറിയ ബുട്ടാസ് വരുന്നുണ്ട്. അപ്പൊ അതിനോട് മാച്ച് ആയിട്ട് സെയിം സെറി ത്രെഡ് എടുത്തിട്ടുണ്ട്. സെറി ത്രെഡ് ചെയ്യാനായിട്ട് ടുലിപ്പിന്റെ നീഡിൽ നമ്പർ 14 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ 2 ലൈൻസ് സെറി ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. അടുത്തത് സിൽവർ കളറ് റെയിൻബോ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ലൈൻ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സിൽവർ കളറിന്റെ റെയിൻബോ കട്ട് ബീഡ് ആണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു ബ്ലൂ മെറ്റീരിയലില് ലൈറ്റ് ഗോൾഡിന്റെ ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനോട് മാച്ച് ആവുന്ന രീതിക്കാണ് സിൽവറിന്റെ റെയിൻബോ കട്ട് ബീഡ് എടുത്തിട്ടുള്ളത്. അതിനൊരു ഗോൾഡൻ ടച്ച് വരുമ്പോൾ നല്ല മാച്ച് ആയിട്ട് പോയിക്കോളും. പിന്നെ മൈക്രോ കട്ട് ബീഡ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം എടുക്കുമെങ്കിലും ഓവറോൾ കാണുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ വേറെ ആയിരിക്കും. നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും, നല്ല തിളക്കം ഉണ്ടായിരിക്കും. അടുത്തത് സിൽവറിന്റെ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ലെയർ കൊടുക്കാം. ഇതേപോലെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിലാണ് സീക്വൻസ് തുന്നി കൊടുക്കുന്നത്. ഇത് ചെറിയ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒരു സ്റ്റിച്ചിൽ ഒരു സീക്വൻസ് ആഡ് ചെയ്ത് പോവുക. അപ്പൊ അത് ഇതേപോലെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് കിട്ടും. ഈ സീക്വൻസിന്റെ ബ്രാൻഡ് ഏതാണെന്ന് കുറെ പേര് കമന്റിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ BBC ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് BBCയിൽ ഈ ഒരു സിൽവർ കളർ കിട്ടിയില്ല. അപ്പൊ ഇത് വേറൊരു ബ്രാൻഡാണ്. കറക്റ്റ് നെയിം ഓർമ്മയില്ല. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളതല്ല, ചിലപ്പോൾ കളർ പോവായിരിക്കും. അപ്പൊ അതൊക്കെ കസ്റ്റമറോട് പറഞ്ഞിട്ട് തന്നെ വേണം നമ്മൾ വർക്കൊക്കെ ചെയ്യാനായിട്ട്. ഈ സീക്വൻസ് കൊണ്ട് ഒരു ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ലൈനും കൂടി കൊടുക്കാം. അടുത്തത് ഇനി ഒരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടേപ്പിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പോയിന്റിലാണ് നമുക്ക് ഫ്ലവർ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ സെന്ററിൽ ഈ ഒരു ക്ലിപ്പ് സ്റ്റോൺ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് കളർ സ്റ്റോൺ ഏതാ, അതിന്റെ പേരെന്താന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇത് ക്ലിപ്പ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഗ്രാം അനുസരിച്ച് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ അതാദ്യം വെച്ച് കൊടുത്തതിന് ശേഷം
ഈ സിൽവർ കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമുക്കൊരു എൻഡ് നോട്ട് കൊടുക്കാം. അടുത്തത് ഇനി ഫ്ലവറിന് പെറ്റൽസ് ചെയ്യാനായിട്ട് ഞാനിവിടെ കട്ട് ബീഡും സീക്വൻസും ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കട്ട് ബീഡ് ഒരു സീക്വൻസ് എന്ന രീതിക്ക് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കട്ട് ബീഡും സീക്വൻസും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ 2 കട്ട് ബീഡും സീക്വൻസും ആഡ് ചെയ്ത് കൊണ്ടുവരാട്ടെ. ഇപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാണ്, എൻഡ് നോട്ട് ഇടുന്നില്ല. കാരണം ഞാനിവിടെ നൈലോണിന്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുന്നിപ്പോയാലും ത്രെഡ് വിസിബിൾ ആയിട്ട് കാണൂല. അപ്പം നമ്മൾ നോർമൽ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ ത്രെഡ് പെട്ടെന്ന് എടുത്തറിയും. അതുകൊണ്ട് നമ്മളിപ്പോൾ 2 കട്ട് ബീഡും സീക്വൻസും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു എൻഡ് നോട്ട് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുന്നിപ്പോവാം. നമ്മുടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഓരോ പോയിന്റ് ഇടവിട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഡിസൈൻ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെന്ററിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു ഫ്ലവറിന്റെ ഷേപ്പിലുള്ള സീക്വൻസ് വെച്ച് കൊടുക്കാം. അപ്പൊ അതിന്റെ നടുക്കായിട്ട് ഈ ഒരു ആന്റിക് കളറിലുള്ള ഷുഗർ ബീഡും വെച്ച് കൊടുക്കുക. അപ്പൊ ഒരു ഫ്ലവറിന്റെ സീക്വൻസ് എടുക്കുക, സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ തന്നെ നമ്മുടെ ഈ ഷുഗർ ബീഡും കൂടി ആ ത്രെഡിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ തന്നെ ഒരു എൻഡ് നോട്ട് കൊടുത്തിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഇതേപോലെ തന്നെ എല്ലാ ഗ്യാപ്പിലും ഈ ഒരു ഫ്ലവറിന്റെ സീക്വൻസ് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഡിസൈൻ ഇത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ സെയിം നെക്കിലും അപ്പത്തെ ആം റൗണ്ടിൻ്റെ ആ ഭാഗത്തൊക്കെ സെയിം ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. പക്ഷെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നെക്കുമൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ചെയ്ത് വന്നപ്പോൾ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ മെഷീൻ ഫൂട്ടല്ല, സിംഗിൾ പ്രഷർ ഫൂട്ടാണ് ഇട്ടിട്ട് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം സിംഗിൾ പ്രഷർ ഫൂട്ട് ഇട്ടിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്ത ഡ്രസ്സ് അടിക്കണ്ടേന്നുള്ളത്. എന്നാലും അറിയാത്ത കുറേ പേരുണ്ട്. ഇപ്പോഴും കമന്റ് വരാറുണ്ട് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും അറിയാത്ത ഇപ്പോഴും കുറേ കമന്റ് ഇടുന്നവരുണ്ട്. അപ്പം ഇതേപോലെ സിംഗിൾ പ്രഷർ ഫൂട്ട് മാറ്റിയിട്ടിട്ട് വേണം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള നല്ല പുറമുണ്ടല്ലോ, നമ്മൾ നോർമലി ഇപ്പം ഇതേപോലെ ബാക്കിൽ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ഇതിന് പകരം ഇത് തിരിച്ചിടുക. നല്ല ഭാഗം ലൈനിങ്ങിനോട് ചേർന്ന് ഫേസ് ചെയ്യുന്ന രീതിക്ക് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ച് വീതം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അതിനോട് ചേർത്ത് വർക്കിനോട് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിംഗിൾ പ്രഷർ ഫൂട്ട് ആകുമ്പോൾ നമ്മുടെ ബീഡ്സ് ഒന്നും ഡാമേജ് ആവാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എളുപ്പത്തിൽ ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇപ്പം നോർമലി ക്രോസ് പീസൊക്കെ വെച്ചിട്ട് മടക്കി അടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ലൈനിങ് വെച്ച് തിരിച്ചടിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്ന നെക്കിൻ്റെ ഭാഗം അരിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. ഇതേപോലെ നെക്കിലും ആം ഹോളിൻ്റെ ഭാഗത്തും ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിടാം. അപ്പോൾ മറിച്ചിട്ടപ്പോൾ തന്നെ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിട്ടില്ല. നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഏത് വീഡിയോ ആണ് ഇടണ്ടേന്നുള്ളത് കമൻറ്റിൽ പറയാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.